സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഉപയോഗിക്കുന്ന പല ഉത്പന്നങ്ങളിലും ആന്തരിക അവയവങ്ങളെ അടക്കം ബാധിക്കുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുത പലർക്കും അറിയില്ല. ഈ രാസവസ്തുക്കൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ സ്ഥിരീകരണം. സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നിരവധിയായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിൽ പലരും അതിൽ ആകൃഷ്ടരാവുകയും അത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പാർശ്വഫലങ്ങൾ? ലിപ് ബാമിന് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ ലിപ് ബാമിൽ നിന്നുള്ള കണ്ടൻസ് ഡയറക്റ്റായിട്ട് നമ്മുടെ വായിക്കകത്തോട്ട് പോകുന്നതാണ്. അത് നമ്മൾ ശരിക്കും നമ്മുടെ ഉമിനീരിലൂടെയും വായിലൂടെയും അത് അകത്തേക്ക് പെട്ടെന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. മെർക്കുറി പോലെയുള്ള കണ്ടൻസ് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും കുറേ നാൾ നമ്മളെ ബോഡിക്കകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല അസുഖങ്ങളും, ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങളും, നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളോ അതിൻ്റെ അളവോ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും പരിശോധിക്കാറില്ല. ഈ രംഗത്തെ വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെയാണ് പലരും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും. എന്നാൽ ഇതിൻ്റെ ഫലം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാകും. കണ്ണുകൾ, ചർമ്മം, ശ്വാസകോശം ഉൾപ്പെടെയുള്ള അവയവങ്ങളെ ബാധിക്കുന്ന രാസവസ്തുക്കൾ ഈ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നതാണ് വസ്തുത. ഇത്തരം കെമിക്കൽ പ്രോഡക്ട്സ് സ്കിന്നിലും ലിപ്പിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച ശേഷം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നും, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നും അവർ അത് അനലൈസ് ചെയ്ത് വാങ്ങിച്ച സാധനങ്ങൾ മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. അതുപോലെ തന്നെ ആമസോണിൽ നിന്നും അതേപോലെയുള്ള ഓൺലൈൻ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ വളരെ കെയർഫുൾ ആയിരിക്കണം. ചർമ്മവുമായി നേരിട്ട് ബന്ധം പുലർത്തുന്നതിനാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ സർക്കാർ വിഷയം ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ഡ്രഗ്സ് കൺട്രോളറുടെ തന്നെ മറ്റൊരു ഇടപെടലാണ് ഈ കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മെർക്കുറിയുടെ അളവ് അനുവദനീയമായിട്ടുള്ളതിലും വളരെ അധികമായിട്ട്, എത്രയോ ഇരട്ടിയായിട്ട് കൂടുതലായിട്ട് കാണുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ലൈസൻസോ മാനദണ്ഡങ്ങളോ ഇല്ലാതെ സംസ്ഥാനത്തെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായി ഡ്രഗ്സ് കൺട്രോളർ വകുപ്പ് കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചത്. മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.